ശ്രീ ബിജു മാത്യൂസ്, യഥാർത്ഥത്തിൽ ഇത് ഈ ഓട്ടോ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട, അതായത് കൊട്ടാരമറ്റത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിനെ ചൊല്ലിയുള്ള തർക്കം അത് വളർന്ന് വലുതായി ഈ നിലയിലായതാണോ? അതല്ല ഈ പറയുന്ന സ്വതന്ത്ര കൂട്ടായ്മ സ്വന്തം ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി തന്നെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും അതിലൊരു ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നുമില്ല, ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന പരാതിയാണോ ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് കാരണം? എന്താണ് കോൺഗ്രസിന്റെ പരാതി? കോൺഗ്രസിൻ്റെ പരാതി പൂർണ്ണമായിട്ടും ഞങ്ങളെ, അത് ഈ കോൺഗ്രസ് അംഗങ്ങളെ മാത്രമല്ല, പൊതുവായിട്ടും ബിനു ഒറ്റയ്ക്ക് പല തീരുമാനങ്ങളും, പ്രത്യേകിച്ച് നമുക്കറിയാം ചെയർപേഴ്സന് പ്രത്യേകിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം ബിനു ആണ് തീരുമാനങ്ങളെല്ലാം എടുത്ത് മുമ്പോട്ട് പോകുന്നത്. ഈ കാര്യങ്ങൾ പാർട്ടിയെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം തുടക്കം പക്ഷേ ശ്രീ ബിനു പുളിക്കക്കണ്ടം പറയുന്നത് എല്ലാം UDF-ലെ ഉന്നതരായ നേതാക്കളുടെ പിന്നെ അവരുടെ അറിവോടുകൂടിയാണ്. അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറയുന്നതനുസരിച്ച് തീരുമാനിച്ചാൽ മതി, കൗൺസിലർമാരുമായിട്ടുള്ള ധാരണ, അതുകൊണ്ട് എല്ലാ പിന്തുണയും UDF നേതാക്കളുടെ ഭാഗത്തുണ്ടെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു പച്ചക്കള്ളം ഇപ്പൊ പറഞ്ഞല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ദൈനംദിന കാര്യങ്ങളിലെല്ലാം നേതാക്കന്മാരുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെയല്ല സംഭവിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബിനു ചില കാര്യങ്ങളിൽ ദൈനംദിനമായിട്ട് ഏർപ്പാടുണ്ടായിരിക്കും. പക്ഷേ ഞങ്ങളുമായി ഒരു കൂടിയാലോചനയും ബിനുവോ ഈ സ്വതന്ത്ര മുന്നണിയോ ദൈനംദിന കാര്യങ്ങളിൽ പോയിട്ട് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ പോലും എടുക്കുന്നുണ്ടായിരുന്നില്ല. അത് വ്യക്തമായ രീതിയിൽ ഞാൻ മാത്രമല്ലല്ലോ, എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതായത് പ്രത്യേകിച്ച് ഇന്നലെ കോൺഗ്രസിൻ്റെ UDF നേതാക്കൾക്ക് മുമ്പിൽ വളരെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. UDF നേതാക്കൾ അത് ഉന്നത നേതാക്കളെ അറിയിക്കുക തന്നെ ചെയ്യും. ഈ കാര്യത്തിൽ കൊട്ടാരമറ്റത്തെ ഒരു സാധാരണക്കാരായ ദൈനംദിന ജീവിതത്തിന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആ സഹോദരന്മാരോട് അവിടെ നിരന്തരമായ അപകടമുണ്ടായപ്പോൾ അവർ അല്പം സേഫായിട്ട് സൈലോട്ട് മാറി. അത് മനസ്സിലായി ശ്രീ ബിജു മാത്യൂസ്, നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ശ്രീ ബിജു മാത്യൂസ്, ആ വിഷയത്തിലേക്ക് വരാം. പക്ഷെ അതിനുമുമ്പ് താങ്കൾ പറഞ്ഞൊരു ഭാഗത്തേക്കാണ് എനിക്ക് വരാനുള്ളത്. അതായത് ഒറ്റ വിഷയത്തിൽ വരുമ്പോൾ അല്ല അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ബിനു പുളിക്കക്കണ്ടം ഇവിടെ പറയുന്നത് UDF-ലെ ഉന്നതരായ നേതാക്കളുമായി സംസാരിച്ച ശേഷം അവർ പറയുന്നതനുസരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ മുന്നണി അല്ലെങ്കിൽ ഈ കൂട്ടുകെട്ട് മുന്നോട്ട് പോകുന്നത് ഭരണവുമായിട്ടെന്നാണ്. താങ്കൾ പറയുന്നു ബിനു പുളിക്കക്കണ്ടവും അവരുടെ സംഘവും സ്വതന്ത്രമായി സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും UDF നേതൃത്വം ഈ കാര്യം ബിനു പുളിക്കക്കണ്ടവുമായി പറയേണ്ടതും ഈ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടേണ്ടതുമല്ലേ? പക്ഷേ അദ്ദേഹം അവകാശപ്പെടുന്നത് കോൺഗ്രസ് UDF മുഴുവൻ പിന്തുണയും അദ്ദേഹത്തിനാണെന്നല്ലേ? അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ അവകാശപ്പെട്ടിരുന്നു ബിജു മാത്യൂസ് അല്ലാതെ ഒരാളെങ്കിലും ഈ ഇവർക്ക് പിന്തുണ പിൻവലിക്കുക അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും ആ നിമിഷം രാജിവെച്ചിറങ്ങും എന്ന് പറഞ്ഞ ആളാണ് ഇപ്പം ഉന്നത നേതാക്കളെ ചാരി ഉന്നത നേതാക്കളെ നോക്കി നിൽക്കുന്നത്. ഉന്നത നേതാക്കൾ, കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ ആരെങ്കിലും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ ഇതുപോലെ കയ്യേറ്റം ചെയ്തിട്ട് ഇദ്ദേഹത്തിനൊപ്പം കൂടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവിടെ കയ്യേറ്റം ഒരു തവണയല്ല, പല തവണയുണ്ടായി. ഞങ്ങളുടെ സ്വതന്ത്ര കൗൺസിലർ, അതായത് കോൺഗ്രസ് വിമതയായിട്ടുള്ള കൗൺസിലർ നമ്മുടെ വൈസ് ചെയർപേഴ്സണാണ്, അവർക്കെതിരെ ഉണ്ടായ ഒരു വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടായി. സഹിക്കാൻ വയ്യാതെ ഈ കൗൺസിലിൽ നിന്ന് ഇറങ്ങി, ഈ ഹാളിൽ നിന്ന്, ഇവരുടെ ചേംബറിൽ നിന്ന് ഇറങ്ങി ഓടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കയ്യേറ്റം ശ്രമങ്ങളും ഒന്നാമതല്ല, പല തവണ നടന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ സഹിച്ച് മുമ്പോട്ട് പോകാൻ കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം എന്നുള്ള ഞങ്ങളുടെ നേതാക്കൻ ഇതേ പറഞ്ഞു തന്നെ ഉന്നത നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കൂട്ടുകെട്ടുണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ചും പല കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇദ്ദേഹം, ഞങ്ങളത് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ മോഷണ കേസിൻ്റെ കാര്യമൊക്കെ ഇദ്ദേഹം എനിക്കെതിരെ പറയുന്നുണ്ട്. ഹൈക്കോടതി മോഷണ കേസിൽ ഇദ്ദേഹം പ്രതിയാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഈ മുനിസിപ്പാലിറ്റിയുടെ, അതായത് ഈ ഹാളിലിട്ട് ഒരു സഹപ്രവർത്തകനെ, വൈജു കൊല്ലംപറമ്പൻ എന്ന സഹപ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മർദ്ദനത്തിന് ഇരയായിട്ടുള്ളവരുടെ ലിസ്റ്റ് എടുത്താൽ എത്രയോ പേരാണ് നേരിട്ട് ശാരീരിക മർദ്ദനം ഏറ്റിട്ടുള്ള, എത്രയോ പേര് മാനസികമായിട്ട് ഇദ്ദേഹം എത്രയോ പേരെയാണ് ദ്രോഹിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരാളുമായിട്ട് ചേർന്ന് പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് ഈ ഉന്നത നേതാക്കളെ, MP, MLA എല്ലാവരെയും ഞങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളതാണ്. അത് അവർക്ക് അറിയുകയും ചെയ്യാം. അന്ന് അവർ മുമ്പോട്ട് കൊണ്ടുപോയ ഒരാശയം ഇതാണ്, ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം, അത് ഞങ്ങൾ അങ്ങേയറ്റം
കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് മുമ്പിൽ UDF നേതാക്കൾക്ക് മുമ്പിൽ ഇപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. അവരതൊക്കെ ഓർക്കുന്നത് തന്നെയുണ്ട്. ഇനി ഒരു കാരണവശാലും ഇതുപോലെ അതായത് ഇതൊരു പൈശാചിക ശക്തി പോലെയാണ് ഇവരുടെ പ്രവർത്തനം. ഇത് തുറന്നു പറയുന്നത് ഈ പാലായിലെ എല്ലാവർക്കും വേണ്ടിയാ, എനിക്ക് വേണ്ടിയല്ല. താങ്കൾ ഇപ്പോഴും ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. അദ്ദേഹത്തിനെതിരായിട്ടുള്ള മോഷണ കേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ജോസ് ജെ ചീരാങ്കുടിയുടെ ആ സമയത്തെ കേസിനെ കുറിച്ചായിരിക്കും താങ്കൾ പറയുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ താങ്കൾ അദ്ദേഹത്തെ അദ്ദേഹം പലരെയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തെ ചിത്രീകരിച്ചിട്ടുണ്ട് താങ്കളുടെ സംഭാഷണത്തിലൂടെ. അതിനെനിക്ക് അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ എടുക്കാം. ഈ കേസുകളൊക്കെയാണോ താങ്കൾ പറയുന്നത്? ചീരാങ്കുടിയുടെ കേസൊക്കെയാണോ പറയുന്നത്? ഞാനത് പറയുന്നതിന് കാരണമുണ്ട്. എനിക്കെതിരെ ഈ കേസുകളൊക്കെ തന്നെ എനിക്കെതിരെ മോഷണ കുറ്റം ഒരപ്പൻ മകളെ കൊണ്ട് എഴുതി കൊടുപ്പിച്ചതാകാം. എങ്ങനെ എഴുതി കൊടുക്കാൻ സാധിക്കും? ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കേസ് ഒരു മനസ്സറിവില്ലാതെ 3 പോലീസുകാരുടെ എന്നെ വിളിച്ചൊരു ഹാളിൽ കയറ്റിയിട്ട് എന്നോട് കാര്യങ്ങൾ ചോദിച്ചറിയാനെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കാര്യങ്ങൾ ഞാൻ വളരെ പിന്നിലെ സീറ്റിലിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. ഒരു നഗരസഭാ ജീവനക്കാരനും ഒപ്പം ചെയ്തിട്ട് ഇതുപോലൊരു കേസ് കൊടുക്കാൻ അതോ ആ കേസ് എഴുതി കൊടുത്തിരിക്കുന്നത് തന്നെ നോക്കൂ, എന്തോ ഒരു മോശമായ രീതിയിലാണ്. അതിൽ എന്തുമാത്രം അക്ഷരത്തെറ്റുകളാണ്. ഞങ്ങളൊരിക്കലും ഇതുപോലൊരു ചെയർപേഴ്സനെ പറ്റി ഞാൻ വിചാരിച്ചിരുന്നില്ല. അത് നിങ്ങളെല്ലാം ഒന്ന് ഈ പൊതുജന മധ്യത്തിൽ നിന്ന് കാണണം. മോശം, അതായത് അങ്ങേയറ്റം. ഞാനൊരു വാച്ച് മോഷ്ടിക്കാൻ ചെന്നു, അല്ലെങ്കിൽ അവിടെ വാച്ച് മോഷ്ടിച്ചു, ഒറ്റ ചോദ്യം ചെയ്തതിൽ തീരാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ കേരള പോലീസിന് ഈ ദിയ ബിനു പുളിക്കെ കണ്ടെത്തി വിളിച്ചു വരുത്തി അത്യാവശ്യമായിട്ട് ചോദ്യം ചെയ്യണം. ആ കേസ് ഉണ്ടായത് ഞാൻ എൻ്റെ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, അവരെ ചോദ്യം ചെയ്തേ വളരെ പെട്ടെന്ന്. അതായത് ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഈ കേസിന് തെളിവ് കിട്ടാൻ ഒറ്റ കാര്യം മതി. ഈ സമാനമായ കേസുകൾ ചെയ്തിട്ടുള്ളവരെ ഈ മുനിസിപ്പാലിറ്റി വെച്ച് സമാന കേസിലെ പ്രതിയായിട്ടുള്ളത് ഈ ബിനു പുളിക്കെ കണ്ടോ, ബിനു പുളിക്കേണ്ടത് ചോദ്യം ചെയ്താൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പുറത്തു വരും. നമ്മുടെ കേരള പോലീസ് എത്രയും പെട്ടെന്ന് അത് ചെയ്യണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. കാരണം എനിക്കിത് സഹിക്കാൻ പറ്റില്ല. എൻ്റെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, വീട്ടുകാർക്ക്, ഈ സമൂഹത്തിന്, പാലായിലെ സമൂഹത്തിന്, കേരളത്തിലെ ജനത്തിന് ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ മോഷണ കേസുകൾ കൊടുത്ത് ഇങ്ങനെ പോയാലേ ഈ നാട്ടിലെ സ്ഥിതി എന്താവും? അതുകൊണ്ട് തന്നെ കാര്യമുള്ളൂ. അതാ ഒരു വിഷയം. ചെറിയ ഓട്ടോ സ്റ്റാൻഡ് പ്രശ്നത്തിൽ തുടങ്ങിയാലും എനിക്ക് പറയാനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.